ദാ ഇന്ന് ഏത്തയ്ക്കായും ചെറുപയറും കൂടിയുള്ള ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ച ഏത്തയ്ക്കായ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കീറി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലോട്ട് ഞാൻ അരിഞ്ഞ ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു 3 വിസിൽ വരെ ഒന്ന് കേൾപ്പിച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഇനി അരപ്പിനായിട്ട് തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പുപൊടി, വെള്ളം ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇനി അപ്പം എന്താ ഏത്തയ്ക്ക വെന്ത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതിയേ. അപ്പം ഇനി ഉള്ളി താളിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഉള്ളിയും കറിവേപ്പില, കടുക്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചിരകിയതുകൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഏത്തയ്ക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കറിയാണ്, നല്ല കട്ടിയുള്ള ഒരു കറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.